ഗുഡ് മോർണിംഗ്. തേർഡ് ചാപ്റ്റർ കോമൺ ടേംസ് ഇൻ ആനിമൽ ഹസ്ബൻഡറി ആണ്. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ചാപ്റ്ററായിട്ടില്ല. അഡൽട്ട് അൺകാസ്ട്രേറ്റഡ് മെയിൽ ഓക്സ് യൂസ്ഡ് ഫോർ ബ്രീഡിംഗ്. ബുൾ, ബുള്ളോക്ക്, സ്റ്റീർ, നൺ ഓഫ് ദ എബോവ്. ബുൾ, ഓപ്ഷൻ എ ബുള്ളാണ് ആൻസർ. അപ്പോൾ ബുള്ളെന്ന് പറഞ്ഞാൽ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഓക്സ് ആണ് ബുൾ. ബുള്ളോക്കാണ് അടുത്ത ഓപ്ഷനിൽ കണ്ടത്. കാസ്ട്രേറ്റഡ് മെയിൽ യൂസ്ഡ് ഫോർ വർക്ക്. നമ്മൾ ബുള്ളോക്ക് ആട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ബുള്ളോക്ക് എന്ന് പറഞ്ഞാൽ കാസ്ട്രേറ്റഡ് ആണ്, സാധാരണയായിട്ട് വർക്കിനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീറും കാസ്ട്രേറ്റഡ് ആണ്, പക്ഷേ അത് മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. കാസ്ട്രേറ്റഡ് മെയിൽ യൂസ്ഡ് ഫോർ മീറ്റ് ആണ് സ്റ്റീർ. അടുത്ത ക്വസ്റ്റ്യൻ, adult female which have calved once or more. Heifer, buller, herd, cow. കൗ, ഓപ്ഷൻ ഡി കൗ ആണ് ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ പക്ഷേ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഒന്നിൽ കൂടുതലോ തവണ പ്രസവിച്ച ഒരു പശുവിനെ പറയുന്ന പേരാണ് കൗ എന്ന്. ബുള്ളർ, എ കൗ ഓൾവേസ് ഇൻ ഹീറ്റ്. എപ്പോഴും ഹീറ്റിലായിട്ടിരിക്കുന്ന ഒരു പശുവിനാണ് പറയുന്നതാണ് ബുള്ളർ. ഹീഫർ എന്നൊരു ടേമും കൂടെ ഉണ്ട്. എ ഫീമെയിൽ എബോവ് 1 year വിച്ച് ഹാസ് നോട്ട് കാവ്ഡ്. 1 വയസ്സിന് ശേഷമുള്ള ഒരു ഫീമെയിൽ, ഇതുവരെയും പ്രസവിച്ചിട്ടില്ലാത്ത 1 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു പശുവാണ് ഹീഫർ. ഹേർഡാണ് ലാസ്റ്റ് ഓപ്ഷൻ. എ ഗ്രൂപ്പ് ഓഫ് കാറ്റിൽ ഓർ ഹോഴ്സിൻ്റെയും കാറ്റിലിൻ്റെയും ഒരു ഗ്രൂപ്പിനെയാണ് ഹേർഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 23, പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് ബൈ കൗ. കാവിംഗ്, സെർവിങ്, ഫ്രീ മാർട്ടിൻ, കാഫ്. ഓപ്ഷൻ എ കാവിംഗ് ആണ് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി ഇൻ കൗ എന്ന് പറയുന്നത് കാവിംഗ് ആണ്. സെർവിങ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് മേറ്റിംഗ് ആണ്. കൗവിലും ഗോട്ടിലും ആക്ട് ഓഫ് മേറ്റിങ്ങിന് സെർവിങ് എന്നാണ് പറയുന്നത്. കാഫ്, യങ് വൺ ഓഫ് കാറ്റിൽ ഐദർ സെക്സ് ബിലോ 6 months ആണ് കാഫ്. അണ്ടർ 1 year ഫീമെയിലാണ് ഹീഫർ കാഫ് എന്നും മെയിലാണെങ്കിൽ ബുൾ കാഫ് എന്നും പറയും. ഫ്രീ മാർട്ടിൻ, എ സ്റ്റെറൈൽ ഹീഫർ ബോൺ കോ-ട്വിൻ ടു എ നോർമൽ ബുൾ കാഫ്. ഒരു മെയിലും ഒരു ഫീമെയിലുമായിട്ട് ഒന്നിച്ചുണ്ടാവുകയാണെങ്കിൽ അതിൽ ഫീമെയിൽ മിക്കവാറും ഇൻഫെർട്ടൈലായിരിക്കും. അതിനാണ് ഫ്രീ മാർട്ടിൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 24, അഡൽട്ട് അൺകാസ്ട്രേറ്റഡ് മെയിൽ ഗോട്ട് യൂസ്ഡ് ഫോർ ബ്രീഡിംഗ്. ബക്ക്, റാം, സ്റ്റാലിയൻ, ബോർ. ഓപ്ഷൻ എ ബക്ക്. റാം ആരാണെന്ന് നോക്കാം. അഡൽട്ട് അൺകാസ്ട്രേറ്റഡ് മെയിൽ ഷീപ്പ് യൂസ്ഡ് ഫോർ ബ്രീഡിംഗ് ആണ് റാം. സ്റ്റാലിയൻ, അഡൽട്ട് അൺകാസ്ട്രേറ്റഡ് മെയിൽ ഹോഴ്സ് യൂസ്ഡ് ഫോർ ബ്രീഡിംഗ്. അപ്പോൾ ഈ അൺകാസ്ട്രേറ്റഡ് എന്നൊക്കെ കൂടെ കാണുമ്പം കൺഫ്യൂസ്ഡ് ആവേണ്ട. ഹോഴ്സ് അല്ലെങ്കിൽ ഷീപ്പ് അല്ലെങ്കിൽ ഗോട്ട് യൂസ്ഡ് ഫോർ ബ്രീഡിംഗ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാം അൺകാസ്ട്രേറ്റഡ് ആയിരിക്കും. ബോർ, അഡൽട്ട് അൺകാസ്ട്രേറ്റഡ് മെയിൽ പിഗ് used for breeding, boar. 25th question, young one of a sheep. Kid, lamb, foal, piglet. Option B lamb. Kid, young one of a goat. ഗോട്ടിൻ്റെ കുഞ്ഞിനാണ് കിഡ് എന്ന് പറയുന്നത്. ഫോൾ, young one of horse below 1 year. ഹോഴ്സിൻ്റെ കുഞ്ഞാണ് ഫോൾ. Piglet, young one of a pig. Question 26, act of parturition in pig. Parturition എന്ന് പറഞ്ഞാൽ പ്രസവമാണ്. കിഡിങ്, ഫോളിങ്, ഫാരോയിങ്, ലാമ്പിങ്. ഓപ്ഷൻ സി ഫാരോയിങ്. പിഗിൻ്റെ പ്രസവത്തിന് ഫാരോയിങ് എന്നാണ് പറയുന്നത്. കിഡിങ്, പാർച്ചുറേഷൻ ഇൻ ഗോട്ട്. നമ്മൾ കണ്ടു, കിഡ് എന്ന് പറഞ്ഞാൽ ഗോട്ടിൻ്റെ കുഞ്ഞാണ്. അപ്പം അതിൻ്റെ പ്രസവത്തിന് കിഡിങ് എന്നാണ് പറയുന്നത്. ഫോളിങ്,
പാസ്ചറേഷൻ ബൈ ഹോഴ്സ് ഓർ മെയർ. ലാംബിംഗ്, ആക്ട് ഓഫ് ഗിവിംഗ് ബർത്ത് ബൈ ഷീപ്പ്. സീസൺ ഓഫ് ഗിവിംഗ് ബർത്ത് ടു ലാംബ്സ്. അപ്പോൾ ലാംബിങ്ങിന് ഡെലിവറി ഇൻ ഷീപ്പ് എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക സീസണിലാണ് ലാംബ് ഉണ്ടാവുന്നത്. അപ്പം സീസണൽ ബ്രീഡേഴ്സാണ് ഷീപ്പ് എന്നൊക്കെ പറയും. അതുകൊണ്ട് ആ ഒരു സീസണിനും ലാംബിംഗ് സീസൺ എന്നാണ് പറയുന്നത്. Question 27. Adult female goat who has given birth at least once. Doe, doeling, buckling, wedder. ഓപ്ഷൻ എ ഡോ. പ്രസവിച്ച ഒരാടിന് ഡോ എന്നാണ് പറയുന്നത്. ഡോലിംഗ്, എ ഫീമെയിൽ ഗോട്ട് ബിറ്റ്വീൻ 1 and 2 years ഓഫ് ഏജ്. അപ്പോൾ ഡോലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ഗോട്ടാണ്. 1 മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള ഫീമെയിലാണ് ഡോലിംഗ് എന്ന് പറയുന്നത്. ബക്ലിംഗ്, എ മെയിൽ ഗോട്ട് ബിറ്റ്വീൻ 1 and 2 years ഓഫ് ഏജ് ആണ് ബക്ലിംഗ്. വെഡർ ഓർ വെതർ, കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് ഗോട്ട് ഓർ ഷീപ്പ്. ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും കാസ്ട്രേറ്റഡ് മെയിലിന് വെഡർ അല്ലെങ്കിൽ വെത്തർ എന്ന് പറയും. Question 28. ആക്ട് ഓഫ് മേറ്റിംഗ് ഇൻ ഷീപ്പ്. ടപ്പിംഗ്, കവറിംഗ്, കപ്ലിംഗ്, ഗിമ്മർ. ഓപ്ഷൻ എ ടപ്പിംഗ്. കവറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് മേറ്റിംഗ് ഇൻ ഹോഴ്സ് ആണ്. കപ്ലിംഗ്, ആക്ട് ഓഫ് മേറ്റിംഗ് ഇൻ പിഗ്. ഗിമ്മർ, എ ഫീമെയിൽ ഷീപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷിയറിംഗ്. ഒരു ഷീപ്പ്, ഒരു ഫീമെയിൽ ഷീപ്പ് അതിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ഷിയറിങ്ങിന് ഇടയ്ക്ക് അതിന് പറയുന്ന പേരാണ് ഗിമ്മർ എന്ന്. ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വൂളാണ്. അപ്പം നമുക്കറിയാം ഷീപ്പിനെ വളർത്തുന്നത് മീറ്റിന് വേണ്ടി മാത്രമല്ല, വൂളിനും കൂടി വേണ്ടിയിട്ടാണ്. ഗിമ്മർ, എ ഫീമെയിൽ ഷീപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷിയറിംഗ്. Question 29. ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്. ബാൻഡ്, ഫ്ലോക്ക്, സ്റ്റൈ, സെഗി. ഓപ്ഷൻ ബി ഫ്ലോക്ക്. നമ്മൾ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ് പറയുന്നത്. ബാൻഡ്, എ ഗ്രൂപ്പ് ഓഫ് ഗോട്ട്. ബാൻഡ് ഓഫ് ഗോട്ട്. സെഗി, മെയിൽ ഷീപ്പ് ഓർ റാം കാസ്ട്രേറ്റഡ് ആഫ്റ്റർ സർവീസ് ഓർ മേറ്റിംഗ്. അപ്പം മേറ്റിങ്ങിന് ഉപയോഗിച്ചതിന് ശേഷം കാസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മെയിൽ ഷീപ്പിനാണ് സെഗി എന്ന് പറയുന്നത്. സ്റ്റൈ എന്ന് പറഞ്ഞാൽ പിഗ് ഷെഡാണ്. Question 30. അഡൽട്ട് ഷീപ്പ് വിച്ച് ഹാസ് ഗിവൺ ബർത്ത്. ഈവ്, മെയർ, സോ, ഗിൽറ്റ്. ഓപ്ഷൻ എ ഈവ്. മെയർ, അഡൽട്ട് ഹോഴ്സ് വിച്ച് ഹാസ് ഫോൾഡ്. ഈ ടേംസ് എല്ലാം തന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ആനിമൽസിന് പറയുന്ന പേരാണ്. സോ എന്ന് പറഞ്ഞാൽ അഡൽട്ട് പിഗ് വിച്ച് ഹാസ് ഡെലിവേർഡ് ആണ്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഗിൽറ്റാണ്. എ യങ് ഫീമെയിൽ പിഗ് കെപ്റ്റ് ഫോർ ബ്രീഡിംഗ് ബട്ട് ഡസ് നോട്ട് ഗീവ് ബർത്ത് യെറ്റ്. ഇതുവരെയും പ്രസവിക്കാത്ത എന്നാൽ ബ്രീഡിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഫീമെയിലാണ് ഗിൽറ്റ്. ഗിൽറ്റ് ഈസ് ഗിൽറ്റി ഓഫ് നോട്ട് ഗിവിംഗ് ബർത്ത് എന്ന് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. Question 31. ഗ്രൂപ്പ് ഓഫ് പിഗ്. ഡ്രോ, ബാരോ ഓർ ഹോഗ്, റണ്ട്, ക്രിറ്റ്. ഓപ്ഷൻ എ ഡ്രോ ആണ്. ഗ്രൂപ്പ് ഓഫ് പിഗ് എന്ന് പറയുന്നത് ഡ്രോ ആണ്. ഡ്രോ ഓഫ് പിഗ്. കാറ്റ്, ക്രിറ്റ്, റണ്ട് ഇതെല്ലാം സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പിഗ്ഗാണ്. ഒരു ഫാറോയിൽ ഒരു സമയത്തെ പ്രസവത്തിൽ നമുക്കറിയാം പിഗ്ഗിന് ഒരു 12-14 കുട്ടികളൊക്കെ ഉണ്ടാവും. ഇതിൽ മിക്കവാറും തന്നെ അവസാനം വരുന്ന കുഞ്ഞ് വളരെ ചെറുതായിരിക്കും. അതിനാണ് റണ്ടെന്നും ക്രിറ്റെന്നും ഒക്കെ പറയുന്നത്. ബാരോ ഓർ ഹോഗ് കാസ്ട്രേറ്റഡ് മെയിൽ പിഗ്. സ്റ്റാഗ് കാസ്ട്രേറ്റഡ് ആഫ്റ്റർ സെക്ഷുവൽ മെച്യൂരിറ്റി. അപ്പോൾ പിഗ്ഗിനെ കാസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മാസത്തിലൊക്കെയാണ്. അങ്ങനെ കാസ്ട്രേറ്റ് ചെയ്യുന്നതിന് ബാരോ അല്ലെങ്കിൽ ഹോഗ് എന്ന് പറയും. പക്ഷേ സെക്ഷുവൽ മെച്യൂരിറ്റി റീച്ച് ചെയ്ത് ഒരു വലിയ പിഗ് ആയതിന് ശേഷമാണ് കാസ്ട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാഗ് എന്ന് പറയും. ആദ്യത്തെ പാർട്ടിൽ വരുന്ന ഒരുവിധം ടേംസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ടേം നോക്കാം, മ്യൂൾ. മ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഹൈബ്രിഡാണ്. ഡോങ്കിയുടെയും ഹോഴ്സിൻ്റെയും ഒരു ഹൈബ്രിഡാണ് മ്യൂള്. അതിൽ സയർ എന്ന് പറഞ്ഞാൽ ഫാദർ ഡോങ്കിയും മദർ ഹോഴ്സും ആയിരിക്കുമ്പോഴാണ് അതിനെ മ്യൂൾ എന്ന് പറയുന്നത്. ജനനത്തിൽ എന്ന് പറഞ്ഞാൽ
ഫാദർ ഹോഴ്സും മദർ ഡോങ്കി ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ളത് നമ്മൾ പഠിക്കുമ്പം രണ്ടും നമ്മൾ പഠിക്കാതിരിക്കുക. രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പം ഭയങ്കര സംശയമാവും, ഫാദറായിരുന്നോ ഡോങ്കി, മദറായിരുന്നോ ഡോങ്കി. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മ്യൂള് മാത്രം പഠിച്ചു വയ്ക്കുക, ജെന്നറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അങ്ങോട്ട് ഒരുപാട് ടേംസ് ഇങ്ങനെ വരും. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പഠിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമാണ്, അപ്പം കൺഫ്യൂസ്ഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ അതിൽ കോക്കിൻ്റെയും കോക്കറലിൻ്റെയും ഡിഫറൻസ് ആണ്. കോക്ക് എന്ന് പറഞ്ഞാൽ എ മെയിൽ ദാറ്റ് ഹാസ് ഫിനിഷ്ഡ് 1 സീസൺ ആസ് എ ബ്രീഡർ. കോക്കറൽ എന്ന് പറഞ്ഞാൽ യങ് മെയിൽ ഫ്രം ഡേ ഓൾ ടു ദ എൻഡ് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് ഇയർ ഓഫ് ബ്രീഡിങ്. അപ്പം ഒരു സീസൺ ഇപ്പോൾ ഒരു ബ്രീഡർ അല്ലെങ്കിൽ ഒരു ലെയർ ഫീമെയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു 72 ആഴ്ച വരെ മുട്ടയിടുമല്ലോ. നല്ല കോഴികളെ മാത്രമേ നമുക്ക് അടുത്ത സീസണിലേക്കും കൂടെ നിർത്താൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫീഡിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് അത്രയും എണ്ണം മുട്ട തിരിച്ച് കിട്ടത്തില്ല. അപ്പം അതേ സെയിം പ്രിൻസിപ്പിളാണ് നമ്മൾ മെയിലിൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതിനാണ് നമ്മൾ 1, 2, 3 ഒക്കെ സീസണിൽ നിർത്തും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സീസൺ കഴിയുമ്പോൾ അതിനെ ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ആ ഫസ്റ്റ് സീസൺ ഫിനിഷ് ചെയ്ത ഒരു മെയിലാണ് കോക്ക്. കോക്കറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീഡറായിട്ട് തന്നെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുവാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ. അതിൻ്റെ ഡേ 1 തൊട്ട് അതിനെ നമ്മൾ കോക്കറൽ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അതിനെ കോക്കറൽ എന്ന് വിളിക്കും, ആ ഒരു 1 സീസൺ കഴിഞ്ഞിട്ട് അതിനെ കോക്കെന്ന് വിളിക്കും എന്നോർത്ത് വയ്ക്കാം. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൽ ബേർഡ്, മെയിൽ ചിക്കൻ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. പൂവൻ കോഴി എന്ന് പറയില്ലേ, അതാണ് റൂസ്റ്റർ. റോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റ് പ്രൊഡക്ഷൻ ഉദ്ദേശിച്ചിട്ട് വളർത്തുന്ന കോഴി, റോസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളർത്തുന്നതാണ് റോസ്റ്റർ. അപ്പോൾ ബ്രോയിലറുമായിട്ടൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ ബ്രോയിലർ എന്ന് പറഞ്ഞാൽ ചില കോബ്രോസ് തുടങ്ങിയ വെറൈറ്റീസിനെ മാത്രമാണ് നമ്മൾ ബ്രോയിലറായിട്ട് വളർത്തുന്നത്. ഇത് ഏതിനെ വേണമെങ്കിലും നമുക്ക് മീറ്റിനായിട്ട് നിർത്താം, അതിനാണ് റോസ്റ്റർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടേംസാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. കാറ്റിലിന് നമ്മൾ ബൊവൈൻ, ഗോട്ടിന് കാപ്രൈൻ, ഷീപ്പ് ഓവൈൻ, പിഗ് സ്വൈൻ, ഹോഴ്സ് ഇക്വൈൻ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇത് സയൻറ്റിഫിക് നെയിമോ ഫാമിലി നെയിമോ ഒന്നുമല്ല. ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ ഇനി അടുത്ത ഒരു എപ്പിസോഡിലേക്ക് വരുന്നതായിരിക്കും. ടേംസാണ്, അപ്പം കാണാതെ പഠിക്കാൻ എളുപ്പമുള്ളവർക്ക് കാണാതെ പഠിക്കാം, അല്ലാത്തവർക്ക് ചാർട്ടായിട്ട് എഴുതി വയ്ക്കാം. അപ്പം ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ പഠിക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, അപ്പോൾ കുറച്ചൊക്കെ ഓർമ്മ നിൽക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, ബെല്ലൈക്കൺ അമർത്തുക പുതിയ വീഡിയോസിന് വേണ്ടി, ഷെയർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്.